നമസ്കാരം, സ്വാഗതം. സങ്കീർണമായ വിഷയങ്ങൾ ലളിതമായി ചർച്ച ചെയ്യുന്ന നമ്മുടെ ഈ ഇടത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ കൗതുകകരമായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. ഇസ്ലാം, ക്രിസ്തുമതം, യഹൂദമതം, ഈ മൂന്ന് വലിയ മതങ്ങളെയും അപ്രതീക്ഷിതമായ ഒരു കണ്ണികൊണ്ട് ബന്ധിപ്പിക്കുന്ന ഒരു ദൈവശാസ്ത്രപരമായ വാദത്തെക്കുറിച്ചാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോ ഒന്നാലോചിച്ചു നോക്കൂ, ഈ മൂന്ന് മതങ്ങളുടെയും പ്രവചനങ്ങളെ ഒന്നിപ്പിക്കാൻ ഒരൊറ്റ വ്യക്തിക്ക് കഴിയുമോ? അങ്ങനെയൊന്ന് സാധ്യമാണോ? ഈ ചോദ്യത്തിന്റെ ഉത്തരം തേടിയുള്ള യാത്ര തുടങ്ങുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു രാജാവിന് നൽകപ്പെട്ട ഒരു വാഗ്ദാനത്തിൽ നിന്നാണ്. നമ്മുടെ ഈ കഥ തുടങ്ങുന്നത് തന്നെ ദാവീദ് രാജാവിൽ നിന്നാണ്. പഴയ നിയമമനുസരിച്ച് ദൈവം ദാവീദിനൊരു വാഗ്ദാനം നൽകിയിരുന്നു. അത് വെറുമൊരു വാക്കല്ല, മറിച്ച് ലംഘിക്കാൻ കഴിയാത്ത എന്നേക്കുമായി നിലനിൽക്കുന്ന ഒരു ഉറപ്പായിരുന്നു. അപ്പോ ഈ ദാവീദിന്റെ ഭവനം എന്ന് പറയുമ്പോൾ അത് വെറുമൊരു കുടുംബ പേരിന്റെ കാര്യമല്ല, മറിച്ച് ഇസ്രായേലിനെ എന്നെന്നും ഭരിക്കാനായിട്ട് ദൈവം തന്നെ തിരഞ്ഞെടുത്ത ഒരു രാജവംശമായിരുന്നു അത്. ദൈവികമായൊരു അംഗീകാരമുള്ള ഒരു സ്ഥിര രാജവാഴ്ച. അതായത് ആ വാഗ്ദാനത്തിന്റെ ഒരു കാതൽ എന്താണെന്ന് വെച്ചാൽ, ദാവീദിന്റെ പിൻഗാമികൾക്ക് ഒരുപക്ഷെ തെറ്റുകൾ പറ്റാം, അവർ വഴിതെറ്റിപ്പോകാം. പക്ഷെ എന്തു തന്നെ സംഭവിച്ചാലും ഭരിക്കാനുള്ള അധികാരം ആ വംശത്തിൽ നിന്ന് ഒരിക്കലും എടുത്തുമാറ്റപ്പെടില്ല. ദൈവത്തിന്റെ കരുണ എപ്പോഴും അവരോടൊപ്പം ഉണ്ടാകും എന്നതായിരുന്നു ആ ഉറപ്പ്. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആകുന്നത്. ഈ ഒരൊറ്റ വാഗ്ദാനം പിന്നീടൊരു ഒഴിച്ചുകൂടാനാവാത്ത നിയമമായി മാറുകയാണ്. ഭാവിയിൽ വരാൻ പോകുന്ന ഏതൊരു രാജാവിനും അല്ലെങ്കിൽ രക്ഷകനും ഉണ്ടായിരിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ യോഗ്യതയായി ഇത് മാറി. സിമ്പിളാണ് നിയമം. നിങ്ങൾ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ആളല്ലേ, എങ്കിൽ പിന്നെ ഇസ്രായേലിന്റെ വാഗ്ദത്ത രാജാവാകാൻ പറ്റില്ല. അത്രയുള്ളൂ. അതൊരു തർക്കമില്ലാത്ത യോഗ്യതയായി മാറി. അപ്പോൾ നോക്കൂ, ഇവിടെയാണ് യഹൂദമതവും ക്രിസ്തുമതവും ഒരേ പോയിന്റിലെത്തിച്ചേരുന്നത്. രണ്ടു കൂട്ടർക്കും വേണ്ടത് ദാവീദിന്റെ വംശത്തിൽ നിന്നുള്ള ഒരാളെയാണ്. യഹൂദർ അങ്ങനെ ഒരാൾക്കായി കാത്തിരിക്കുന്നു. ക്രിസ്ത്യാനികളാണെങ്കിൽ യേശുവിനെ ആ വംശപരമ്പരയുമായി ബന്ധിപ്പിച്ച് ആ യോഗ്യത ഉറപ്പിക്കുന്നു. കണ്ടില്ലേ, അടിസ്ഥാനം ഒന്നുതന്നെ. എന്നാൽ ഈ പ്രവാചക പരമ്പരയുടെ കഥയിലേക്ക് ഇസ്ലാം കടന്നുവരുമ്പോൾ കാര്യങ്ങൾ എങ്ങനെയാണ് മാറുന്നത്? നമുക്ക് നോക്കാം. അവിടെ ഒരു പുതിയ അധ്യായം തുറക്കുകയാണ്. പക്ഷേ മുഹമ്മദ് നബി വരുന്നത് അബ്രഹാമിന്റെ മറ്റൊരു മകനായ ഇസ്മായേലിന്റെ വംശപരമ്പരയിൽ നിന്നാണ്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം ദാവീദിന്റെ വംശത്തിൽപ്പെടുന്നില്ല. യഹൂദ ക്രൈസ്തവ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ഇതൊരു വലിയ മാറ്റമാണ്. ആ പിന്തുടർച്ചയുടെ കണ്ണ് അവിടെ മുറിയുന്നതുപോലെ. പക്ഷേ ഇവിടെയാണ് ഈ കഥയ്ക്ക് ഒരു അപ്രതീക്ഷിത ട്വിസ്റ്റ് വരുന്നത്. ഇസ്ലാമിക പാരമ്പര്യത്തിൽ തന്നെയുള്ള ചില സൂചനകൾ, പ്രത്യേകിച്ചും ലോകാവസാന കാലത്ത് വരുമെന്ന് പറയുന്ന മഹ്ദിയെക്കുറിച്ചുള്ള ചില വിവരണങ്ങൾ ഈ വിഷയത്തിലേക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ചില കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഒന്നാമത്തെ സൂചന കേട്ടോളൂ. മഹ്ദിയുടെ ശരീരം അല്ലെങ്കിൽ ആ ഒരു ശാരീരിക ഘടന ഒരു ഇസ്രായേലിയൻ്റേതുപോലെ ആയിരിക്കുമെന്നാണ് ചില ഇസ്ലാമിക പാരമ്പര്യങ്ങൾ പറയുന്നത്. ഇത് തന്നെ ഒരു വലിയ സൂചനയാണല്ലേ. ഇനി രണ്ടാമത്തെ സൂചന, അദ്ദേഹം ദൈവത്തെ വിളിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പോകുന്നത് ഹീബ്രു ഭാഷയിലുള്ള ദൈവത്തിന്റെ ഒരു രഹസ്യനാമം ഉപയോഗിച്ചായിരിക്കുമെന്നാണ്. ഇത് അദ്ദേഹത്തിന്റെ യഹൂദ പശ്ചാത്തലത്തിലേക്ക് വളരെ വ്യക്തമായി വിരൽ ചൂണ്ടുന്നുണ്ട്. ഇനി വരാൻ പോകുന്നതാണ് ഏറ്റവും നിർണായകമായ മൂന്നാമത്തെ സൂചന. മഹ്ദി ഭരണം നടത്തുക ദാവീദിന്റെ ഭവനത്തിന്റെ നിയമം അനുസരിച്ചായിരിക്കും. ഓർമ്മയില്ലേ, നമ്മൾ ഈ ചർച്ച തുടങ്ങിയത് തന്നെ ആ വാഗ്ദാനത്തിൽ നിന്നല്ലേ? അപ്പോൾ നേരെ അങ്ങോട്ടേക്കാണ് ഈ സൂചന നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോ ഈ മൂന്ന് സൂചനകളും നമ്മളൊന്ന് കൂട്ടി വായിച്ചാൽ എന്താണ് കിട്ടുന്നത്? ഇവിടെയാണ് ഈ വാദത്തിന്റെ ഏറ്റവും ഞെട്ടിക്കുന്ന ഭാഗം വരുന്നത്. ഈ ഒരു വ്യാഖ്യാനമനുസരിച്ച് മഹ്ദിക്ക് 2 പൈതൃകങ്ങളുണ്ട് ഒരേ സമയം. ഒരു വശത്ത് അറബി പാരമ്പര്യത്തിലൂടെ അദ്ദേഹം മുഹമ്മദ് നബിയുടെ പിൻഗാമിയാവുന്നു. അതേസമയം മറുവശത്ത് അദ്ദേഹത്തിന്റെ ഇസ്രയേലി പാരമ്പര്യത്തിലൂടെ അദ്ദേഹം ദാവീദ് രാജാവിന്റെയും പിൻഗാമിയായി മാറുന്നു. അതായത് ഒരേ സമയം മുസ്ലിമും യഹൂദനുമായ ഒരാൾ. ഈയൊരു വാദമനുസരിച്ച് ഈ 3 വലിയ മതങ്ങളുടെയും പ്രവചനങ്ങളെ ഒരുമിപ്പിക്കാൻ കഴിവുള്ള ഒരേയൊരു വ്യക്തിയായി മഹ്ദി മാറുകയാണ്. ഇസ്രായേലിന് നഷ്ടപ്പെട്ടുപോയ ആ രാജാവും മുഹമ്മദ് നബിയുടെ അവസാനത്തെ പിൻഗാമിയും ഒരാൾ തന്നെ. അദ്ദേഹത്തിന്റെ ഈ ഇരട്ട പാരമ്പര്യം തന്നെയാണ് അദ്ദേഹത്തിന് ചില അസാധാരണമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിവ് നൽകുന്നത് എന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന്, നഷ്ടപ്പെട്ടുപോയ ഉടമ്പടിയുടെ പെട്ടകം പുറത്തു കൊണ്ടുവരുന്നത്, മോശയുടെ വടിയും സോളമന്റെ മോതിരവും കൈവശം വയ്ക്കുന്നത്, പിന്നെ ഏറ്റവും പ്രധാനമായി യെരുശലേമിലെ ദേവാലയം പുനർനിർമ്മിക്കുന്നതിൽ വിജയിക്കുന്നത്, ഇതെല്ലാം അദ്ദേഹത്തിന് സാധ്യമാവുന്നത് ഇതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കേട്ടത് ഒരു പ്രത്യേക ദൈവശാസ്ത്രപരമായ വ്യാഖ്യാനമാണ്. ഇത് ശരിയാണോ തെറ്റാണോ എന്നതിനേക്കാൾ ഉപരി ഇത് നമ്മളെ ചിന്തിപ്പിക്കുന്നത് വേറൊരു കാര്യമാണ്.
മൂന്ന് വലിയ മതങ്ങൾക്കിടയിൽ നമുക്ക് കാണാൻ കഴിയാത്ത ചില പൊതുവായ കണ്ണികളുണ്ടാകുമോ? പ്രതീക്ഷയുടെയും പ്രവചനങ്ങളുടെയും നൂലുകൾ എവിടെയൊക്കെയോ കൂടിച്ചേരുന്നുണ്ടോ? ശരിക്കും ഒരൊറ്റ വ്യക്തിക്ക് മൂന്ന് വ്യത്യസ്ത മതങ്ങളിലെ പ്രവചനങ്ങൾ ഒന്നിപ്പിക്കാൻ കഴിയുമോ? ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതന്നുകൊണ്ട് നിർത്തുന്നു. അടുത്ത തവണ കാണുന്നതുവരെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക.